അധ്വാനത്തോടുള്ള മലയാളിയുടെ വിമുഖത ഭയാനകമായി വർദ്ധിച്ചു വരികയാണ്. ഗൾഫിന്റെ സ്വർഗവാതിലുകൾ അടയ്ക്കാനൊരുങ്ങുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മഹാദുരന്തം തന്നെയാവും പ്രവാസികളുടെ കാര്യത്തിൽ സംഭവിക്കുക. അതിനേക്കാൾ പ്രധാനമാണ് തങ്ങളാകപ്പെട്ട ധാർമ്മിക സാംസ്കാരിക പ്രതിസന്ധിയെക്കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള ശ്രമം. സമൂലമായ മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇരുളടഞ്ഞതാവും പ്രവാസികളുടെ ഭാവി, അക്കരെയായാലും ഇക്കരെയായാലും. ആഡംബരങ്ങളിലും അനാചാരങ്ങളിലും പണമുണ്ടാക്കിയ മാറ്റങ്ങൾക്കു പിന്നിൽ ഗൾഫുകാരന്റെ വിലാസമുണ്ട്. തന്നെക്കുറിച്ചും തന്റെ ആഡംബരത്തെക്കുറിച്ചും പൊങ്ങച്ചം പറയുന്നത് ചിലർക്ക് ശീലമായി. അതിന്റെ ഭാഗമായിരുന്നു ഒരു തരത്തിൽ ഇംഗ്ലീഷ് മീഡിയത്തിലെ വിദ്യാഭ്യാസം പോലും. ഗൾഫുകാരുടെ മക്കൾ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധയൂന്നാൻ തുടങ്ങിയതോടെ 2000ന്റെ തുടക്കത്തിൽ ഇംഗ്ലീഷ് മീഡിയങ്ങൾ കൂണുപോലെ മുളച്ചുപൊന്തി. അതിന്റെ ദുരന്തങ്ങൾ മാറ്റിവെച്ചാലും പുതിയ തലമുറ +2 എങ്കിലും പൂർത്തിയാക്കുന്നവരായി മാറി. എങ്കിലും ഇക്കഴിഞ്ഞ SSLC പരീക്ഷ എഴുതിയ പെൺകുട്ടികളിലെ 10% വിവാഹിതരായിരുന്നു എന്നുകൂടി ചേർത്തു വായിക്കണം. വിവാഹിതരായ ലക്ഷക്കണക്കിന് സ്ത്രീകൾ വിധവകളെപ്പോൾ ജീവിച്ചു തീർക്കുന്നതും കാണാതെ പോകാൻ പറ്റില്ല. ഈ പ്രതിസന്ധി ഇവിടുത്തെ സ്ത്രീകളെ പർദ്ദ പോലുള്ള യാഥാസ്ഥിതികത്വത്തിലേക്ക് തിരിച്ചു നടത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. യുക്തിഭദ്രതയും കുടുംബഭദ്രതയും മുറുകെ പിടിക്കാനുള്ള മൂടുപടം, വിശ്വാസങ്ങളെക്കാൾ അന്ധവിശ്വാസങ്ങൾ. പുരുഷന്മാർ തനിച്ചാക്കിപ്പോയ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതിനൊപ്പം പ്രാധാന്യമുള്ളതാണ്. കഴിഞ്ഞ കുറെ കൊല്ലത്തെ ചരിത്രമെടുത്താൽ കുടുംബഭദ്രതയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ വിശ്വാസം കൊണ്ട് പ്രതിരോധം തീർക്കാനുള്ള ശ്രമമാണ് സ്ത്രീകൾ നടത്തുന്നത്. കാരണം ഗൾഫുകാരന്റെ ഭാര്യയ്ക്ക് മേൽ സമൂഹത്തിലെ പ്രായഭേദമന്യേ 1000 തുറിച്ച കണ്ണുകൾ പിന്തുടരുന്നത് തന്നെ. അത്തരമൊരു സാഹചര്യത്തിൽ യാഥാസ്ഥിതികത വഴിമാറുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചാണ്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുണ്ടായിട്ടും പ്രാകൃതവേഷമായ പർദ്ദ കൊടുംചൂടിലും എടുത്തണയുന്നു. മതങ്ങളുടെ തലത്തിലല്ല ഇത് സംഭവിച്ചത്. പക്ഷേ മതം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്ത് ചെറിയ കുട്ടികൾക്ക് വരെ പർദ്ദ നിർബന്ധമാക്കിയപ്പോൾ അനിസ്ലാമികമായ സ്ത്രീധനവും ധൂർത്തും കണ്ടില്ലെന്ന് നടിച്ചു. ഒരു ഭാഗത്ത് കേരളം വളരെ ആധുനികമാകുമ്പോഴാണ് മാനസികമായി ഇവർ അധോമുഖരായത്. ചിലർ ആഗ്രഹിച്ചിട്ടല്ല, സമൂഹത്തെ പേടിച്ചിട്ടാണെന്ന് അടക്കം പറയുന്നു. കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ പോലും ഇവർക്ക് ചില തെറ്റുകൾ പറ്റിയിരുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പം മലപ്പുറം ജില്ലയിലൊക്കെയുള്ള ഗൾഫുകാരെ സംബന്ധിച്ച് ഒക്കെ പറയുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അവരിൽ പലർക്കും കുടുംബജീവിതം യഥാർത്ഥത്തിൽ സാധ്യമായിട്ടില്ല. അതിൻ്റെ പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. അവരുടെ കുടുംബ ജീവിതത്തിനകത്തും ഒരു തരം വേണ്ട പോലെ ജീവിച്ചുവോ എന്ന ജീവിച്ചില്ല എന്നൊരു തോന്നൽ അവരുടെ ഉണ്ടാവുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ആബ്സെൻ്റ് ഫാദർ, അച്ഛനില്ലാതെ കുട്ടികൾ വളരുന്നതിൻ്റെ, അച്ഛൻ്റെ സാന്നിധ്യമില്ലാതെ കുട്ടികൾ വളരുന്നത് ഗൾഫുകാരുടെ പല തലമുറകളിലെയും കുട്ടികളെ അവർക്ക് വേണ്ട പോലെ വിദ്യാഭ്യാസം ലഭിക്കും. കാരണം അവരുടെ താല്പര്യങ്ങളൊക്കെ വഴിമാറിപ്പോയതിൻ്റെയൊക്കെ ചെറിയ ഒരു പ്രശ്നങ്ങൾ നമുക്ക് കാണാം. കുടിയേറ്റമാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ എക്കാലവും ചലനാത്മകമാക്കുന്നത്. ഗൾഫ് പണത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയ്ക്കൊത്ത് കേരളം മാറിയില്ല. ആഗോളവൽക്കരണത്തിന് ശേഷം വേറിട്ടൊരു സമ്പദ് വ്യവസ്ഥയാണ് നിലവിൽ വന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഗൾഫ് പണം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ പൊതുവായി ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. മുന്നേറാമായിരുന്ന മേഖലകളിൽ നിന്നും പിന്നോട്ടു പോയി എന്നത് കാരണം തന്നെ. സ്വയം അഭിവൃദ്ധിപ്പെട്ടതിനോടൊപ്പം ഗൾഫുകാരന്റെ കുടുംബവും അഭിവൃദ്ധിപ്പെട്ടതൊഴിച്ചാൽ മുമ്പത്തെ അത്രയും സ്വാധീനശേഷിയില്ല. എങ്കിലും ഭൂരിഭാഗം കുടുംബങ്ങളുടെയും ജീവിതം ഗൾഫ് പണം ആശ്രയിച്ചാണ്. പ്രതീക്ഷകളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് മലയാളികൾ തിരിച്ചുവരുന്ന തിരക്കിലാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ 30% പ്രവാസികളുടെ വിഹിതം തന്നെ. എന്നിട്ടും അവർ മടക്കയാത്ര ആരംഭിക്കുമ്പോൾ നമ്മുടെ സർക്കാർ അവർക്ക് വേണ്ടി എന്താണ് നീക്കിവെച്ചതെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരങ്ങളില്ല. പ്രവാസികളുടെ കാര്യത്തിൽ തിരുവനന്തപുരം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ 2011 കണക്കനുസരിച്ച് 4.1 ലക്ഷം പേരുമായി മലപ്പുറം ജില്ലയാണ് മുന്നിൽ. സൗദിയിൽ മാത്രം 2,72,000 പേർ. കോഴിക്കോട് ജില്ലയാണ് തൊട്ടുപിന്നിൽ 2.77. തിരുവനന്തപുരം 2.71, തൃശൂർ 2.65 ലക്ഷം വീതം പ്രവാസികളുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓരോ 100 വീട്ടിലും 50ലേറെ പ്രവാസികളുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇത് 69. കേരളത്തിലേക്ക് തിരിച്ചുവരുന്ന പ്രവാസികളിലും മലപ്പുറം ജില്ലയാണ് മുന്നിൽ. തൊഴിലും ജീവിതവും മാത്രമല്ല ഇവരെ ദുസ്സഹമാക്കുന്നത്. ഫ്രീ വിസക്കാരാണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിനിരയാകുന്നവർ. തൊഴിൽ കരാർ ഒപ്പുവെക്കാതെ ജോലിയിൽ പ്രവേശിച്ചവർക്ക് തൊഴിൽദായകന്റെ കരാർ ലംഘനം മൂലം ഭീമമായ നഷ്ടം നേരിടുന്നു. മുൻ നിശ്ചയിച്ച ശമ്പളത്തിലെ കുറവ്, താമസ സൗകര്യ നിഷേധം, പാസ്പോർട്ടും രേഖകളും പിടിച്ചുവെക്കൽ, അലവൻസുകൾ നൽകാതിരിക്കൽ തുടങ്ങി കള്ളക്കേസുകൾ വരെ നേരിട്ട് ജയിലിൽ കഴിയുന്നവർ വേറെയും. പല പ്രവാസികളും ജീവിതത്തിന്റെ കൗമാരവും യൗവനവും മുഴുവൻ അടിമജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ അടുത്ത കാലത്താണ്
ഗൾഫുകാരുടെ മക്കൾ തന്നെ ഇത്തരത്തിൽ തങ്ങളെ തൊട്ട് മുമ്പുള്ള തലമുറ പോലെ പോരെന്നും കൂടുതൽ വിദ്യാഭ്യാസം വേണമെന്നും അങ്ങനെ പ്രൊഫഷണലുകളാകണമെന്നും ആഗ്രഹിക്കുന്ന ഒരവസ്ഥ വന്നത്. പ്രവാസം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ കാത്തിരിപ്പാണ്. അതൊരു ഒരു തരത്തിൽ എല്ലാ തരത്തിലുമുള്ള കാത്തിരിപ്പുകളുടെ ഒരാകത്തുകയാണ് പ്രവാസം. ഇപ്പം ഗൾഫിൽ കഴിയുന്ന ആളെ അയാളുടെ കുടുംബം തിരിച്ചു വരുന്നതായിട്ട് അവർ കാത്തിരിക്കുന്നു. ഇയാൾ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കും. അയാളും ഒരു അവധിക്കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ഈ കാത്തിരിപ്പുകളുടെ വേദനയാണ് ഈ പ്രവാസം. ആ വേദന അല്ലെങ്കിൽ ആ ദുഃഖം, ആ നഷ്ടം, ആ ഖേദം, ജീവിതത്തിൻ്റെ ഖേദം, അത് നമുക്ക് ഈ ഗൾഫുകാരുടെ ജീവിതത്തിൻ്റെ പല ലെവലിലും നമുക്ക് കാണാൻ കഴിയും. ഗൾഫ് വരുമാനം ഏറെ ആഘോഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത നാടാണ് മലപ്പുറം. പഠിച്ചിട്ടോ പണമുണ്ടായിട്ടോ അല്ല, എങ്ങനെയെങ്കിലും കടം വാങ്ങി അക്കരെ എത്തിയാൽ പണിയായി, പണമായി. അവിദഗ്ധർക്ക് പോലും സൗദിയിൽ തൊഴിലുണ്ടെന്ന വസ്തുത അവനെ ഇന്നും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.